ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ കോളിഫ്ലവർ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പ് വെച്ചിട്ട് നന്നായി ഒരു ഹാഫ് വേവ് മതിയാവും. പിന്നെ നമുക്ക് ഇതിനുള്ള മാവ് റെഡിയാക്കാം. അതിന് മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ചിട്ട് ഒരു അര സ്പൂൺ മതിയാവും. പിന്നെ മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പെരിഞ്ചീരകപ്പൊടി ചേർക്കാം, മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെനിക്ക് ആവശ്യമായിട്ട് വന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാൻ ചെറിയൊരു സ്പൂൺ 6 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കോൺഫ്ലവർ ആണ് വേണ്ടത്. കോൺഫ്ലവർ ഒരു 5 സ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മാവെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം, കട്ടയൊന്നും ഇല്ലാതെ. ഞാനിത് ലൂസായിട്ടാണ് എടുക്കുന്നത്. ഈ മാവ് എണ്ണയൊക്കെ പിടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നല്ല ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ മാവെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ പൊരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കോളിഫ്ലവറിലേക്ക് കോൺഫ്ലവർ ഇച്ചിരി തൂവി കൊടുക്കുക. അതിന് ശേഷം മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഒത്തിരി കൂടി ക്രിസ്പി ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. അടുത്ത സൈഡ് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാവുന്നതാണ്. നമ്മളിത് ഈ കോളിഫ്ലവർ എണ്ണയിൽ ഇടുമ്പോൾ വിട്ട് ഇടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.